ഇത്രയും ചൂടുള്ള സമയത്ത് വർക്കൗട്ടിന് ശേഷം നമ്മളുടെ ബോഡി ഡീഹൈഡ്രേഷൻ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഡീഹൈഡ്രേഷൻ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ് കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലറിയുള്ള പാനീയങ്ങൾ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. വേറൊരു സൂപ്പർ പാനീയമൊന്നുമല്ല ബട്ടർ മിൽക്ക്. അതായത് നമ്മുടെ കേരളത്തിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല മോരുമള്ളം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇത് നമ്മുടെ ദാഹം കുറയ്ക്കുന്നു, അതുപോലെ നമ്മളുടെ ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വിശപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇത് വളരെ ലോ കാലറി ആയിട്ടുള്ള ഒരു പാനീയമാണ്. അതായത് ഒരു ഗ്ലാസ് മോരും വെള്ളത്തിന് മാക്സിമം 40 to 50 കാലറി മാത്രമേ കാണത്തുള്ളൂ. ഇനി പ്രൈസ് വെച്ച് നോക്കിയാലും കരിക്കും വെള്ളത്തിനെയും നാരങ്ങ വെള്ളത്തിനെ അപേക്ഷിച്ച് മോരും വെള്ളത്തിന് പ്രൈസ് വളരെ കുറവാണ്, നമുക്ക് അഫോർഡബിൾ ആണ്. മധുരം ഉപയോഗിച്ചുള്ള നാരങ്ങ വെള്ളമാണെങ്കിൽ അപ്രോക്സിമേറ്റ് 100 കാലറി വരെ ഒരു നാരങ്ങ വെള്ളത്തിൽ കാണും. എന്നാൽ ഉപ്പിട്ടുള്ള നാരങ്ങ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാലറി കാണില്ല. പക്ഷേ നാരങ്ങയിലെ അസിഡിറ്റി എല്ലാവർക്കും ചിലപ്പോൾ അലർജിക്കായിട്ടുള്ള ആളുകൾ കാണും. സോ കമ്പാരിറ്റീവ്ലി മോരും വെള്ളമാണ് എല്ലാവർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സ്. പിന്നെ ആളുകൾക്കുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ്, ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് പ്രോട്ടീൻ ടേക്ക്, അതായത് എഗ്സും അതുപോലെ ചിക്കനും ഒന്നും കൂടുതൽ കഴിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എഗ്സും ചിക്കനും കൂടുതലായി കഴിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വോളിയത്തിലുള്ള ഫൈബർ, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എങ്കിലും നിങ്ങൾ 3 നേരമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചൂട് മൂലമുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല.